Hi everyone, welcome to EdSpark Learning. I am Rakhi. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് EVSന്റെ 30 മുൻകാല ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഫെബ്രുവരി 2, മാർച്ച് 22, നവംബർ 10, ഡിസംബർ 5. ഫെബ്രുവരി 2, മാർച്ച് 22, നവംബർ 10, ഡിസംബർ 5. ഏതാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം? ഡിസംബർ 5 ആണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവും ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവുമായ വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: സുന്ദർലാൽ ബഹുഗുണ, വന്ദന ശിവ, മസനോബു ഫുക്കുവോക്ക, MS സ്വാമിനാഥൻ. ആരാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവും? ആരാണ്? മസനോബു ഫുക്കുവോക്കയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും അതോടൊപ്പം തന്നെ ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവും മസനോബു ഫുക്കുവോക്ക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഭയജീവികളിൽ പെടാത്തതേത്? ഉഭയജീവികളിൽ പെടാത്തതേത്? ഏതാണ്? തവള, ആമ, സലമാണ്ടർ, ന്യൂട്ട്. ഏതാണ് ഉഭയജീവികളിൽ പെടാത്തത്? നമ്മുടെ ആമയാണ് ഉഭയജീവികളിൽ പെടാത്തത്. ആമ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഉരഗങ്ങൾ എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മലിനജലം സംസ്കരിക്കുന്നതിനുള്ള നൂതനമായ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യുന്ന വിദ്യാർത്ഥിയിൽ വികസിക്കുന്ന പഠന മേഖല ഏത്? മലിനജലം സംസ്കരിക്കുന്നതിനുള്ള നൂതനമായ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യുന്ന വിദ്യാർത്ഥിയിൽ വികസിക്കുന്ന പഠന മേഖല ഏതാണ്? പ്രക്രിയശേഷി മേഖല, പ്രയോഗ മേഖല, ക്രിയാത്മക മേഖല, സർഗാത്മക മേഖല. ഏതാണ്? സർഗാത്മക മേഖലയാണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അകാന്തിക വസ്തു ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അകാന്തിക വസ്തു ഏത്? ഇരുമ്പ്, അലുമിനിയം, കൊബാൾട്ട്, നിക്കൽ. ഏതാണ് അകാന്തിക വസ്തു? അലുമിനിയമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഉള്ള അകാന്തിക വസ്തു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ജലത്തിന്റെ താത്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏത്? ജലത്തിന്റെ താത്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു: സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ്. ഏതാണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു? കാൽസ്യം ബൈകാർബണേറ്റ് ആണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ഗരുഡശലഭം, രത്നനീലി, ബുദ്ധമയൂരി, മഞ്ഞപ്പാപ്പാത്തി. ഏതാണ്? ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? CV രാമൻ, തോമസ് ആൽവ എഡിസൺ, സ്വാമി നിത്യചൈതന്യയതി, ജവഹർലാൽ നെഹ്റു. ആരാണ് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഉത്ഗ്രഥിത പ്രക്രിയാശേഷി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഉത്ഗ്രഥിത പ്രക്രിയാശേഷി ഏത്? നിരീക്ഷിക്കൽ, പ്രവചിക്കൽ, പ്രായോഗിക നിർവചനങ്ങൾ രൂപീകരിക്കൽ, ആശയവിനിമയം ചെയ്യൽ. ആശയവിനിമയം ചെയ്യൽ. നിരീക്ഷിക്കൽ, പ്രവചിക്കൽ, പ്രായോഗിക നിർവചനങ്ങൾ രൂപീകരിക്കൽ, ആശയവിനിമയം ചെയ്യൽ. ആൻസർ: പ്രായോഗിക നിർവചനങ്ങൾ രൂപവൽക്കരിക്കലാണ് ഒരു ഉത്ഗ്രഥിത പ്രക്രിയാശേഷി. പത്താമത്തെ ക്വസ്റ്റ്യൻ, മാംസ്യത്തിന്റെ അപര്യാപ്തത നിമിത്തം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോക്കർ, റിക്കറ്റ്സ്, നിശാന്തത, അനീമിയ. മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ക്വാഷിയോക്കർ ആണ് ആൻസർ. നമ്മുടെ EdSparkൽ കേട്ടറ്റ് കാറ്റഗറി 1ന്റെ പുതിയ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ മികച്ച ക്ലാസ്സുകൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. അതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭൂകാണ്ഡം ഏതാണ്? മരച്ചീനി, മധുരക്കിഴങ്ങ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്. ഭൂകാണ്ഡം ഏതാണ്? ആൻസർ: ഉരുളക്കിഴങ്ങാണ് ഭൂകാണ്ഡം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഏകകോശ ജീവികളിൽ പെടാത്തതേത്? അമീബ, പാരമീസിയം, ഹൈഡ്ര,
യുഗ്ലീന. ഓപ്ഷൻസ് അമീബ, പാരമീസിയം, ഹൈഡ്ര, യുഗ്ലീന. ഏതാണ്? ഹൈഡ്രയാണ് ഏകകോശ ജീവികളിൽ പെടാത്തത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, അന്നജത്തിൽ അടങ്ങിയിട്ടില്ലാത്തതും മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതുമായ ഒരു മൂലകം ഏതാണ്? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഏതാണ്? നൈട്രജൻ ആണ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യഗ്രഹണം സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നു. സൂര്യൻ ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സംഭവിക്കുന്നു. ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ സംഭവിക്കുന്നു. വെളുത്ത വാവ് ദിവസമാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഇതിലേതാണ് സൂര്യഗ്രഹണവുമായി സംബന്ധിച്ച ശരിയായ പ്രസ്താവന? നമ്മുടെ ആൻസർ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകുന്നവയിൽ ശാസ്ത്രീയ തേനീച്ച വളർത്തൽ രീതി ഏതാണ്? സെറികൾച്ചർ, പിസികൾച്ചർ, എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ. ഏതാണ് ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ രീതി? നമ്മുടെ ആൻസർ എപ്പികൾച്ചർ ആണ്. തേനീച്ച വളർത്തുന്ന രീതി പറയുന്ന പേരാണ് എപ്പികൾച്ചർ. ചുവടെ നൽകിയിരിക്കുന്നത് ഏത് വിഭാഗം പഠിതാക്കളുടെ സവിശേഷതയാണ്? പ്രശ്നത്തെ സമഗ്രമായി കാണാനും ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നു. പ്രശ്നത്തെ സമഗ്രമായി കാണാനും ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഏത് വിഭാഗം പഠിതാക്കളുടെ സവിശേഷതയാണ്? കോമൺ സെൻസ് ലേണേഴ്സ്, ക്രിയേറ്റീവ് ലേണേഴ്സ്, അനലിറ്റിക്കൽ ലേണേഴ്സ്, ഡൈനാമിക് ലേണേഴ്സ്. ഏത് തരത്തിലാ? ഏത് വിഭാഗം പഠിതാക്കളുടെയാണ്? ക്രിയേറ്റീവ് ലേണേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ക്രിയേറ്റീവ് ലേണേഴ്സിന്റെ സവിശേഷതയാണ് പ്രശ്നത്തെ സമഗ്രമായി കാണാനും ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ശാസ്ത്ര വിഷയങ്ങളിൽ ഓരോ ആശയ രൂപീകരണ ഘട്ടത്തിലും കുട്ടി ആർജിച്ച ആശയധാരണകൾ, കൈവരിക്കുന്ന ശേഷികൾ എന്നിവ പരിഗണിക്കുന്നതിനുള്ള നിരന്തര വിലയിരുത്തലിൽ പെടാത്തതേത്? ശാസ്ത്ര വിഷയങ്ങളിൽ ഓരോ ആശയ രൂപീകരണ ഘട്ടത്തിലും കുട്ടി ആർജിച്ച ആശയധാരണകൾ, കൈവരിക്കുന്ന ശേഷികൾ എന്നിവ പരിഗണിക്കുന്നതിനുള്ള നിരന്തര വിലയിരുത്തലിൽ പെടാത്തത് ഏതാണ്? പഠന പ്രക്രിയയുടെ വിലയിരുത്തൽ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, യൂണിറ്റ് തല വിലയിരുത്തൽ. ഏതാണ്? നമ്മുടെ ടേം വിലയിരുത്തലാണ് ഇതിൽ പെടാത്തത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏത്? ഓപ്ഷൻസ് ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ. ഏതാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം? ആൻസർ ഹരിതകം എ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചെടിയുടെ ചുവട്ടിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്ന ഇടുങ്ങിയ ട്യൂബുകൾ ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കുന്ന സാങ്കേതികതയെ വിളിക്കുന്ന പേര്? ചെടിയുടെ ചുവട്ടിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്ന ഇടുങ്ങിയ ട്യൂബുകൾ ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കുന്ന സാങ്കേതികതയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നാനോ ഇറിഗേഷൻ, മൈക്രോ ഇറിഗേഷൻ, ഫൈറ്റോം ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. ഏതാണ് ആൻസർ? ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ്? ഫാറ്റി ലിവർ, മന്ത്, ഡിഫ്തീരിയ, നിപ്പ. ഫാറ്റി ലിവർ, മന്ത്, ഡിഫ്തീരിയ, നിപ്പ. ഏതാണ് ജീവിതശൈലി രോഗം? നമ്മുടെ ഫാറ്റി ലിവർ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിലെ ശാസ്ത്രീയ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ഏതാണ്? പീപ്പിൾസ് സയൻസ് മൂവ്മെന്റ്, ശാസ്ത്രോഷ്ണി, ജവഹർ ബാലഭവൻ, KVPY. ഏതാണ്? ജവഹർ ബാലഭവൻ ആണ് ആൻസർ. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ എ മുളക് ഏകബീജപത്ര സസ്യം, ഗോതമ്പ് ഏകബീജപത്ര സസ്യം, മാവ് ദ്വിബീജപത്ര സസ്യം, തെങ്ങ് ദ്വിബീജപത്ര സസ്യം. തെങ്ങ് ദ്വിബീജപത്ര സസ്യം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി തെങ്ങ് ദ്വിബീജപത്ര സസ്യം എന്നുള്ളതാണ്. അതാണ് ശരിയല്ലാത്ത ജോഡി. 23ാമത്തെ ക്വസ്റ്റ്യൻ,
ശരീരത്തിൽ രോഗപ്രതിരോധത്തിന് കാരണമായ ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന രോഗാണു ഏതാണ്? നിപ്പ, പ്ലാസ്മോഡിയം, HIV, മൈക്കോബാക്ടീരിയം, ട്യൂബർക്യുലോസിസ്. ഏതാണ് ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന രോഗാണു? നമ്മുടെ HIV ആണ് ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന രോഗാണു. 24ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സ്വപ്നം കാണൽ മനോഭാവ മേഖല, നിയമങ്ങൾ വിജ്ഞാന മേഖല, സ്വന്തം കഴിവിലെ വിശ്വാസം പ്രയോഗ മേഖല, വസ്തുതകൾ പ്രക്രിയാ മേഖല. ഏതാണ് ശരിയായ ജോഡി ഇവയിൽ? നമ്മുടെ ഓപ്ഷൻ ബി നിയമങ്ങൾ വിജ്ഞാന മേഖല എന്നുള്ളതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? കരോട്ടിൻ, ക്ലോറോഫിൽ, സാന്തോഫിൽ, ആന്തോസയാനിൻ. ഏതാണ് സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആന്തോസയാനിൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പത്തിന്റെ തീവ്രത പ്രസ്താവിക്കുന്ന സ്കെയിൽ ഏതാണ്? PH സ്കെയിൽ, റിക്ടർ സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. PH സ്കെയിൽ, റിക്ടർ സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന സ്കെയിൽ ഏതാണ്? റിക്ടർ സ്കെയിൽ ആണ് ആൻസർ. ഓപ്ഷൻ ബി റിക്ടർ സ്കെയിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ, മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏത്? ട്രക്കിയ, ശകലങ്ങൾ, നെഫ്രീഡിയ, ശ്വാസകോശം. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഇവയിൽ ഏതാണ്? ട്രക്കിയ, ശകലങ്ങൾ, നെഫ്രീഡിയ, ശ്വാസകോശം. ഏതാണ്? ശകലങ്ങളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം. 28ാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയാണ് ഓപ്ഷൻ എ കാലിയോളജി, ഓപ്ഷൻ ബി പെഡോളജി, ഓപ്ഷൻ സി ഓർണിത്തോളജി, ഓപ്ഷൻ ഡി ഓഫിയോളജി. ഏതാണ് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ? ഓപ്ഷൻ എ കാലിയോളജി ആണ് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ. 29ാമത്തെ ക്വസ്റ്റ്യൻ, വൻകര വിസ്ഥാപന സിദ്ധാന്ത പ്രകാരം പാഞ്ചിയ എന്ന ഒറ്റ ഭൂഖണ്ഡത്തെ ചുറ്റി കാണപ്പെടുന്ന സമുദ്രം ഏത്? വൻകര വിസ്ഥാപന സിദ്ധാന്ത പ്രകാരം പാഞ്ചിയ എന്ന ഒറ്റ ഭൂഖണ്ഡത്തെ ചുറ്റി കാണപ്പെടുന്ന സമുദ്രം ഏത്? അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ലൊറേഷ്യ, പന്തലാസ. ഏതാണ് ഒറ്റ ഭൂഖണ്ഡത്തെ ചുറ്റി കാണപ്പെടുന്ന സമുദ്രം? പന്തലാസയാണ് ആൻസർ. ഓപ്ഷൻ ഡി. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ കുഷ്ഠം, ഓപ്ഷൻ ബി ന്യൂമോണിയ, ഓപ്ഷൻ സി ടെറ്റനസ്, ഓപ്ഷൻ ഡി ടൈഫസ്. ഏതാണ് ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം? കുഷ്ഠമാണ് ആൻസർ. ഓപ്ഷൻ എ കുഷ്ഠമാണ് ആൻസർ. നമ്മൾ ഇന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. 30 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നല്ല മികച്ച ക്ലാസ്സുകൾ മിതമായ നിരക്കിൽ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. അതിനായി നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.